കണ്ടില്ലേ വീഴുന്നത്? ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ദോശപ്പൊടിയാണ്. ദോശപ്പൊടി വെച്ചാൽ എന്താണ്, രാവിലെ എണീച്ച് നമുക്ക് അരി ഉഴുന്നൊന്നും അരയ്ക്കണ്ട. എന്താ വെച്ചാൽ ഈ ദോശപ്പൊടി നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുക, കുറവുണ്ടാക്കി വയ്ക്കുക, എങ്ങനെ വേണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു ജോലിക്കൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ ജോലിക്ക് പോയി വന്നു, നമുക്ക് അരി ഉഴുന്നൊന്നും അരയ്ക്കാൻ വയ്യ. അതേ സമയത്ത് നമുക്കപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് മാവെടുക്കുക, നമുക്ക് ഉപ്പിട്ട് കലക്കി വെക്കുക, രാവിലെ എണിച്ച വൃത്തിയായി ദോശ ഉണ്ടാക്കുക. ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകളാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അഗതികളാണ് വന്നു, നമുക്ക് അരി ഉഴുന്ന് അരയ്ക്കാൻ വയ്യ, അല്ലെങ്കിൽ മാവ് മേടിക്കണം, നമുക്കപ്പോൾ അങ്ങനെ മാവൊന്നും മേടിക്കണ്ട. അധികം ആൾക്കാരും ഇപ്പോൾ ഞാൻ നോക്കി അവിടെ കൊണ്ട് എല്ലാവരും ഈ മാവ് വാങ്ങിച്ചുണ്ടാക്കുകയാണ്. പക്ഷെ നമുക്കത് വാങ്ങിക്കാണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം നമ്മൾക്ക് മെനക്കെട്ടാൽ മതി. വെയിലുള്ള സമയമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മില്ലിലോ വീട്ടാവശ്യത്തിനോ നമ്മുടെ വീട്ടിൽ മിക്സിയിലൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അതാണ് ഈ ദോശമാവിൻ്റെ പൊടിനെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞു തരുന്നത്. നമുക്ക് വൈകിട്ട് നമ്മൾ കലക്കി വയ്ക്കണോ, രാവിലെ നമ്മൾ ചുടണോ. പിന്നെ അതേ സമയത്ത് നിങ്ങൾക്ക് വൈകിട്ടാണ് ദോശ വേണ്ടത് വെച്ച് നമ്മൾ ജോലിക്കൊക്കെ പോകണമെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ഒരു 8 മണിയാകുമ്പോഴേക്കും നമുക്ക് ദോശ ചൂടാൻ പറ്റും. അതിൽ ദോശയല്ല, നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ദോശയാണ് അധികം നന്നായിരിക്കുള്ളൂ. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പച്ചരി, നോക്കിക്കോളൂ. ഇത് ഇഡ്ഡലി അരി, എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. ഉഴുന്ന്, ഉലുവ. ഈ ഉലുവ പറയണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ ദോശ ചുടുമ്പോൾ ഈ ഉലുവ ഇട്ട് നമ്മൾ പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ദോശ ചുടുമ്പോൾ നല്ല മണം കിട്ടാനാണ്, അതുകൊണ്ടാണ് ഇടുന്നത്. ഇല്ലാത്ത വേണ്ടെങ്കിൽ അത് വേണ്ട, ഒഴിവാക്കാം. ഫസ്റ്റ് ഞാൻ അതിൻ്റെ അളവ് പറഞ്ഞു തരാം, എത്ര എടുക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഇതിൽ 1 കിലോനാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ എത്ര അളവ് എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് നോക്കിക്കോളൂ. കപ്പ് ഇപ്പോൾ ഞാൻ ഉഴുന്ന് എടുക്കുന്നുണ്ട്, 3 കപ്പ് ഉഴുന്ന് ഞാൻ എടുക്കുന്നുണ്ട്, നോക്കിക്കോളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അടുത്തത് അരിയാണ്. അരി ഇതിൽ തന്നെ ഇട്ടോളൂ, വേറെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തണമെന്നൊന്നുമില്ല, ഇതിൽ തന്നെ ഇട്ടോളൂ. ഇതിപ്പോൾ ഇഡ്ഡലി അരിയാണ്, ഞാൻ 2 കപ്പാണ് എടുക്കണം, നോക്കിക്കോളൂ. 2 കപ്പ് എടുക്കുന്നുണ്ട്. അടുത്തത് പച്ചരിയാണ് എടുക്കണം, നോക്കിക്കോളൂ. അതും 2 കപ്പ് ഇട്ടോളൂ. ഇത് 3 എടുത്തതിന് ശേഷം ഇതിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് ഉലുവ ഇടുന്നുണ്ട്, നോക്കിക്കോളൂ. ഇതാ 1 ടേബിൾ സ്പൂൺ ഇതിൽ തന്നെ ഇട്ടോളൂ. ഇനി നമ്മൾക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായി കഴുകിയെടുക്കാം. നമുക്ക് ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം കഴുകിട്ട് എന്നിട്ട് കാണാം. ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇതാ നന്നായി കഴുകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് കഴുകാതെ നമ്മൾക്ക് പൊടിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പല സ്ഥലങ്ങളിൽ ഇട്ടിട്ട് വരുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ വൃത്തിയായി കഴുകി കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിൽ വൃത്തിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ധൈര്യത്തിൽ കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ വാങ്ങണമെന്ന് പറയണത് അവർ കഴുകേണ്ട എന്താണെന്നൊന്നും നമ്മൾക്കറിയില്ല. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പറായിട്ട് നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം. നമുക്കൊന്ന് വെള്ളം വാരാൻ വയ്ക്കണം. ഞാൻ അതുപോലെ ഒരു നെറ്റുള്ള പാത്രം എടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് വാരാൻ വയ്ക്കാം. വെള്ളം ഒന്ന് നല്ലോണം വാരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തിരി നല്ലോണം വെള്ളം ഒന്ന് വാർന്നെടുക്കട്ടെ. ഇപ്പം നമ്മുടെ വീട്ടിൽ അരയ്ക്കണ മാവും ഈ അതേ സമയത്ത് പൊടിച്ച് കലക്കണ മാവും ടേസ്റ്റ് ഒരേ ടേസ്റ്റാണ്, ടേസ്റ്റിനൊരു വ്യത്യാസം വരില്ല. അപ്പോൾ ഇനി നമുക്കിതിന് വെള്ളമൊക്കെ നല്ലോണം വെടിഞ്ഞു കഴിഞ്ഞ് നമുക്ക് പോയി ഇതിനെ ഒന്ന് ഉണക്കാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഉണങ്ങാൻ വയ്ക്കാം. ഞാൻ 2 പാത്രത്തിലായിട്ടുണ്ട്, നോക്കിക്കോളൂ.
നല്ല വെയിലുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതിനൊക്കെ മെനക്കെടാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വെയിലില്ലാത്ത ദിവസങ്ങളൊന്നും നമുക്ക് ഇതാകാൻ പറ്റില്ല. അധികം നമ്മളിപ്പോൾ ഒരു നല്ല വേനൽക്കാലത്തൊക്കെ നമുക്കൊരു 4 കിലോ 5 കിലോ പൊടിക്കുകയാണ് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു കുടുംബമാണെന്ന് വെച്ചാൽ കുറേ ദിവസത്തിന് ഇത് മതിയാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സമയത്തേ പറ്റുള്ളൂ. രാവിലെ കഴുകി ഇതുപോലെ ഇടുകയും വേണം. ഇല്ലെങ്കിൽ എന്താണ് വൈകുന്നേരം ആകുമ്പോഴേക്ക് നമുക്ക് ഉണങ്ങണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ നേരത്തെ കഴുകിയിടുകയാണെന്ന് വെച്ചാൽ നമുക്ക് സൂപ്പറായിട്ട് ഉണക്കിയെടുക്കാം. ഇത് ഉണങ്ങട്ടെ എന്നിട്ട് കാണാം. അപ്പം അങ്ങനെ നമ്മുടെ അരി ഉഴുന്നൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്, നോക്കിക്കോളൂ. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എടുത്തിട്ട് പോയിട്ട് പൊടിക്കാം. അപ്പോൾ അങ്ങനെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് പാടി പോയിട്ട് ഇത് പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അരി ഉഴുന്നൊക്കെ നമുക്ക് എങ്ങനെ പൊടിക്കണത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലെ ഒരു ജാർ എടുക്കുക, കുറേശ്ശെ ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കുക. ഇല്ല കൂടുതലാണ് വെച്ച് നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ടും പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യണത് നമ്മുടെ മിക്സിയിലാണ്. കുറച്ച് ഇടാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് നമ്മുടെ പൊടിച്ചു കഴിഞ്ഞു, നോക്കിക്കോളൂ. അപ്പോൾ ഈ ചല്ലടിയിൽ നമ്മൾക്ക് വന്നിട്ട് 3 എണ്ണം ഉണ്ടാവും. അതിൽ ഏറ്റവും നൈസ് വെച്ചിട്ട് വേണം ചലിക്കണമെങ്കിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനെ ചലിക്കണത് എങ്ങനെ കാട്ടിക്കൊടുക്കുക, കണ്ടില്ലേ വീഴുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതെല്ലാം ഞാൻ ഒന്ന് പൊടിച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തിൽ പൊടിച്ചു കഴിഞ്ഞു, നോക്കിക്കോളൂ. ഇത്തിരി തരിയൊക്കെ ഉണ്ടാവും, അത് സാരമില്ല, അത് നമുക്ക് കളയാം. ലേശം നൈസിലുണ്ടാവും, ഇതാ ഇത്തിരി ഉണ്ടാവും, അത് സാരമില്ല. നമ്മുടെ മാവ് നല്ല നൈസായി പൊടിച്ചൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ്, നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് എത്ര മാവ് ആവശ്യം അത്ര മാവ് എടുത്തിട്ട് ഉപ്പിട്ട് കലക്കി വെക്കേ വേണ്ടുള്ളൂ. അതായത് പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കലക്കി വെക്കുക. നമ്മൾക്ക് ഈ കലക്കി വെച്ചതിന് ശേഷം ദോശ എങ്ങനെ ചുടുന്നത് എന്നും കൂടെ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം, ഈ മാവ് വന്നിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് വെക്കാം. ഒരു 6 മാസം. അതായത് നമ്മൾ ഇതിനെ നല്ലോണം ഉണക്കി പൊടിച്ചതാണല്ലോ, ഒരു കവറിലാക്കി ഒരു കാറ്റ് കിടക്കാത്തതിൽ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പക്ഷെ എടുത്ത് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസമൊക്കെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് കലക്കി വെക്കുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം എനിക്കിവിടെ ഒരു 2 കപ്പ് മാവ് എടുത്തിട്ടാണ് കലക്കുന്നത്. വീട്ടിലേക്ക് നിങ്ങൾക്ക് എത്ര മാവ് വേണ്ട അത്ര അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ദോശ മാവ് പോലെ കലക്കി വെക്കുകയാണ്. ഇഡ്ഡലി പരുവത്തിലാക്കിയാലും ഇഡ്ഡലി ഒഴിക്കുക, രണ്ടും ചെയ്യുക. പക്ഷെ ദോശന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ 2 കപ്പ് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ കല്ലുപ്പാണ് ഇടുന്നത്. നിങ്ങൾക്ക് പൊടിയുപ്പ് ഏത് വേണമെങ്കിലും ഇടാം. ഞാൻ 1 ടീസ്പൂൺ ഇടുന്നുണ്ട്, നോക്കിക്കോളൂ. ഇതാ എന്നിട്ട് വെള്ളം, ഇത് പച്ചവെള്ളമാണ്. കലക്കുമ്പോൾ നന്നായി കലക്കണം, കട്ടയൊക്കെ വരും. നന്നായി കലക്കിയിട്ട് വെക്കണം. വെള്ളം ഞാൻ ഇപ്പോൾ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് ആവശ്യാനുസരണം, അതായത് ദോശ പരുവത്തിന്. ഇങ്ങനെ നന്നായി കലക്കണം. അത് ഉഴുന്ന് പെട്ടത് കാരണം നല്ല ഇത്തിരി തരിതരിയൊക്കെ വരും. നല്ല പോലെ കലക്കിയിട്ട് വേണം വെക്കണമെങ്കിൽ. അങ്ങനെ നല്ല പോലെ ഇതാ ഇളക്കി നല്ല ഇതങ്ങനെ ആക്കിക്കണം, ദോശ പരുവമാക്കിക്കണം. നോക്കിക്കോളൂ, ഇതാ കണ്ടോ മാവ് ഇങ്ങനെ ഇരിക്കണം. അതൊന്നും കൂടാനോ കുറയാനോ പാടില്ല. ഇളക്കണതാണ് നല്ല പോലെ ഇളക്കി വെക്കണം. ഒന്നില്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് കലക്കുക, അല്ലെങ്കിൽ തവി വെച്ചിട്ട് നല്ല പോലെ കലക്കണം. തട്ടോ തരിയോ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല. ഉഴുന്ന് മാവായതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇത്തിരി തരിയോ കട്ടയായിട്ട് നിൽക്കും.
അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ നല്ല പോലെ കലക്കിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഈ മാവിൻ്റെ പുളി എങ്ങനെയാണ് വരുന്നതും കൂടെ ഞാൻ പറഞ്ഞുതരാം. 12 മണിക്കൂറെങ്കിലും ഈ മാവ് നമ്മൾക്ക് ഇങ്ങനെ വെക്കണം. ഇല്ല നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ജോലിക്കോ എവിടേക്കെങ്കിലും പോവുകയാണെന്ന് വെച്ചാൽ രാവിലെ കലക്കി വെച്ചാൽ നമുക്കൊരു 5:30, 8 മണിയാകുമ്പോഴല്ലേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പോഴേക്കും പുളിക്കും. ഇല്ല നിങ്ങൾ രാവിലെയാണ് നിങ്ങൾ കഴിക്കാൻ നമ്മൾക്ക് വേണം ആവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിടക്കാൻ പോകണം മുന്നേ ഇതേപോലെ ഉപ്പിട്ട് നല്ല ദോശ പരുവത്തിലോ ഇഡ്ഡലി പരുവത്തിലോ ഒക്കെ കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീച്ചതും ചൂടാം. അപ്പോൾ ഇത് 2 എണ്ണം നിങ്ങൾ ചെയ്യേണ്ടതാണ്. എന്നാലേ ഈ മാവ് പുളിക്കുള്ളൂ. ഇതിങ്ങനെ ഉപ്പ് ഇട്ട് മാവ് ഒഴിച്ചും കൊണ്ട് കലക്കി കഴിഞ്ഞാൽ ദോശയാകില്ല, നല്ല പുളി വരണം. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്, 12 മണിക്കൂർ വരയ്ക്ക് നമുക്കൊന്ന് മാവൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് 12 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. എപ്പോഴും കലക്കി വെക്കുമ്പോൾ വലിയ പാത്രത്തിലായിരിക്കണം കലക്കി വെക്കേണ്ടത്. മാവ് പൊങ്ങി വരും. അതുകൊണ്ട് നമ്മൾ വലിയ പാത്രത്തിന്, അതിലിപ്പോൾ 2 കപ്പായതുകൊണ്ടാണ് ഇത്രയും വലിയ പാത്രം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1 കിലോനോ 1/2 കിലോനൊക്കെ കലക്കി വെക്കുന്ന പാത്രം എന്ന് വെച്ചാൽ ഇത്തിരി വലിയ പാത്രത്തിൽ കലക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശമാവ് 12 മണിക്കൂർ കഴിഞ്ഞു. നോക്കിക്കോളൂ, ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഞാനിത്തിരി ചെറിയ പാത്രമായിരുന്നു. തുറക്കാം. ഇളക്കി കൊടുക്കാം. മാവ് ഇത്തിരി കട്ടിയായിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലക്കി നോക്കുമ്പോൾ നമുക്ക് ദോശ ഒഴിക്കാൻ തരില്ല. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. മാവ് ഇപ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ട് ഇളക്കി നോക്കുമ്പോൾ ഇത്തിരി കട്ടിയാണ് വെച്ചാൽ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ഒഴിച്ചു കൊടുക്കുള്ളൂ, നോക്കിയിട്ട് വേണം ഒഴിക്കണമെങ്കിൽ. ഒരുപാട് വെള്ളമാകാനും പറ്റില്ല. അപ്പോൾ നമുക്കിനി ഗ്യാസ് കത്തിക്കാം. ദോശക്കല്ല് വെച്ച് കൊടുക്കാം. കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ നല്ലെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ ഏത് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ദോശക്കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി വേവട്ടെ, അതുവരെയ്ക്കും വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി എടുക്കാം. ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ കട്ടിയിൽ ചുടുന്നവർക്ക് കട്ടിയിൽ ചൂടാൻ, നൈസിൽ ചുടുന്നവർക്ക് നൈസിലാക്കുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം. നമുക്കെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ടേസ്റ്റ് ചെയ്യാൻ മറ്റാരും അല്ല, ഫൈസലാണ്. ഫൈസലെ ടേസ്റ്റ് ചെയ്യാൻ വരുമോ? ഹായ്. അപ്പോൾ ദോശയ്ക്ക് അടിപൊളി ദോശയൊക്കെ ചുട്ടിട്ടുണ്ട്. കഴിച്ചു നോക്കിക്കോ. ചൂടോടതാ ആവി പറക്കണ ദോശ. സത്യത്തിൽ ദോശയുടെ പൊടി, അതായത് ദോശപ്പൊടിയാണല്ലോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ ദോശപ്പൊടിയിൽ ഉണ്ടാക്കിയ ദോശ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. നോക്കട്ടെ. കഴിച്ചോ? ചട്നിയൊക്കെ ഒഴിച്ച് നന്നായി കഴിക്കും. ഇനി വേണം ദോശ 2-3 ചുട്ട് കഴിഞ്ഞു. കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. സാധാരണ നമ്മുടെ ദോശയും, അതായത് നമ്മൾ ഗ്രൈൻഡറിൽ മാവ് അരച്ചിട്ടുള്ള ദോശയും ദോശപ്പൊടിയിൽ ഉണ്ടാക്കിയ ദോശയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം തന്നെ പറഞ്ഞുതരാം. പക്ഷെ നല്ല മുരുമുരി ഉണ്ട് അല്ലേ? എങ്ങനെ വേണമെങ്കിലും ആക്കി എടുക്കാം, മൊരിക്ക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് നമ്മൾ അതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയ പോലെ ഉണ്ട് അല്ലേ? അതെ, നന്നായിരിക്കും. നമ്മൾ ഗ്രൈൻഡറിൽ അരച്ച മാവിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പറയാം. അപ്പൊ ഇനി എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ തോന്നുന്നു. ഇതൊക്കെ നല്ല ഈ ജോലിക്കൊക്കെ പോണില്ലേ അവർക്ക്. പിന്നെ നമ്മൾക്കിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് കൊണ്ടുപോകണം, ഒരു അമ്മമാർക്ക്
ഇപ്പൊ ആ കുട്ടിക്ക് അരി ഉഴുന്ന് ആട്ടില്ല. ഒരു പ്രത്യേകം ഞാൻ കാര്യങ്ങൾ എന്താ പറയണ അറിയോ, ഒരു അമ്മയ്ക്ക് ഇപ്പോ ആ കുട്ടിക്ക് ഒരു മാസമൊക്കെ ആയിട്ട് ഇരിക്കണം തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെ, ഒരു മാസമൊക്കെ ആയിട്ട് ഇരിക്കണ ആ കുട്ടിക്ക് അരി ഉഴുന്ന് ആട്ടാൻ പറ്റിയില്ല വെക്ക്. ഇപ്പൊ നമ്മ ഒരു അമ്മയുണ്ട്, ഈ അമ്മയ്ക്ക് ഇപ്പൊ നോക്കി ഇതേപോലെ ഞാൻ എടുത്തത്, അതായത് 1 കിലോ അരി, പച്ചരി എന്താണ് 1/2 കിലോ, അതായത് ഇഡ്ഡലി അരി 1/2 കിലോ, ഉഴുന്ന് 1/2 കിലോ വെച്ച് അപ്പൊ 1 കിലോനായി. ഈ 1 കിലോ വെച്ചിട്ട് അതേപോലെ ഒരു 5-6 കിലോ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി ഉണക്കി പൊടിച്ചിട്ട് ആ കുട്ടിക്ക് കൊണ്ട് കൊടുത്തു വെച്ചാ അവർക്ക് എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. മാവ് ഏകദേശം എത്ര കാലം ഒരു ഏകദേശം പറയുകയാണെങ്കിൽ നമ്മ സൂക്ഷിക്കണ പോലെ ഇരിക്കും. സൂക്ഷിക്കുക പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ നല്ല കാറ്റ് കടക്കാത്ത പാത്രത്തിലൊക്കെ അടച്ച്, ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ല ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു 2-3 മാസമൊക്കെ നന്നായിട്ട് ഇരിക്കും. അപ്പൊ പുളി വരുന്ന കാര്യം നമ്മൾ കലക്കി വെച്ചതിന് ശേഷം ഏകദേശം ഒരു 10-12 മണിക്കൂറിൽ കൂടുതൽ കലക്കി വെച്ചാൽ നമ്മൾക്കിപ്പോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, മാവ് പുളിക്കണമെങ്കിൽ 12 മണിക്കൂറിൽ കൂടുതൽ കലക്കി വെക്കണം. നമ്മൾക്ക് രാവിലെ ഇഡ്ഡലി ദോശ കഴിക്കണം, വൈകിട്ട് നമ്മ കലക്കി വെക്കുക, രാത്രി കിടക്കാൻ പോകുമ്പോ കലക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണിച്ചതും ദോശ ഒഴിക്കാം. അതേ സമയത്ത് നമുക്ക് വൈകുന്നേരം ദോശ വേണം തന്നെ ഇരിക്കട്ടെ, നമ്മ രാവിലെ ജോലിക്ക് പോണ സമയത്ത് കലക്കി വെക്കുക. 6 മണി 7 മണിക്ക് നമുക്ക് എന്തായാലും ഒരു 8 മണിയാകണ്ട് ആരും ഭക്ഷണം കഴിക്കില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം. എന്താണ് ഇതിൽ ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെ വൃത്തിയായി കഴുകി പൊടിച്ചു കലക്കിയൊക്കെ വെച്ചു. നമ്മളിപ്പോൾ മാവ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ചിലവർക്ക് ആ മാവ് ഇഷ്ടപ്പെടാണ്ട് വരും, ഒരു അഗതി വരികയാണെങ്കിൽ ഇതെവിടുന്ന് ആ മാവ് വാങ്ങിച്ച് ചോദിക്കും. ഇതിപ്പോൾ നമ്മൾ നേരിട്ട് നമുക്കിതൊക്കെ കാണിച്ചു കൊടുക്കാം. 1 സെക്കൻഡ് നമ്മളെ മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ആഹാരം ഒരുപാട് നേരത്തെ ജോലി നമുക്ക് ലാഭിക്കാം. ഒന്നും കൂടെ കഴിച്ചോ, ഒന്ന് ധാരാളം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ ഈ ദോശപ്പൊടി വീട്ടിൽ തയ്യാറാക്കുക, എന്നിട്ട് ദോശ ചുട്ട് ഞങ്ങളെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ വേറൊന്നും പറയാലല്ലോ, വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. ഇതിന് മേലെ കിടിലമായിട്ടുള്ള വീഡിയോ ഇനി ഞാൻ വിടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.